പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ 2024 ഒക്ടോബർ വരെ 1000 കോടിയുടെ വിൽപ്പന നടന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ജൻ ഔഷധി ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എന്ന് പറയുന്ന അവലോകനം ഭരണസംവിധാനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടാവും. അതിന്റെ ആഴത്തിലുള്ള ഒരു പഠനം, അവലോകനം, വിലയിരുത്തൽ, അതിലൊരു പ്രതിവിധി, ഒരു പ്രതി നടപടി കണ്ടെത്താനായി ഒരുപക്ഷെ ബഹുമാന്യനായ ലോകാരാധ്യനായ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അദ്ദേഹം വിഭാവനം ചെയ്ത ഈ പദ്ധതി പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന എന്ന് തോന്നുന്ന ഒരു വിഭാഗത്തിന്റെ അളവ്, എണ്ണം, അവരുടെ ഒരു യാന്ത്രികമായ ചിന്താഗതിക്ക് ഒരുപക്ഷെ ഒരു തലോടലിലൂടെ അവരുടെ മനം മാറ്റത്തിനും അവരുടെ പ്രവർത്തന മാറ്റത്തിനും അവരുടെ പ്രവർത്തന ദൂഷ്യങ്ങൾ എടുത്തു മാറ്റുന്നതിനും ഒക്കെ സഹായകമാകുന്നു എന്ന് പറയുന്ന മനസ്സിലാക്കൽ നമ്മൾ ഇന്നത്തെ ദിവസം 7ാം വാർഷികം ആഘോഷിച്ചു തുടങ്ങുന്ന ഈ വർഷത്തെ ആദ്യ ദിനത്തിൽ സ്മരണയോടെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്, അതിന് മര്യാദകൾ അർപ്പിക്കേണ്ടതുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ പരമ്പരയ്ക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഭരണ സംവിധാനത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ആഘോഷിക്കാൻ കഴിയുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു.